തിരുവനന്തപുരം നേമത്ത് കേരളത്തെ മുഴുവൻ നടുക്കുന്ന ഒരു മരണമാണ് രാവിലെ ഉണ്ടായത്. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമികമായ പരിശോധനകളൊക്കെ നടത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ നാടിനും ഈ കുട്ടിയോടൊപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കുമൊന്നും ഈ ഒരു കാര്യം ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം പഠനത്തിൽ വളരെ സമർത്ഥയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ അഹല്യ എന്ന ഈ 9 വയസ്സുകാരി. അങ്ങനെ ഒരാൾ എന്തിനിങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല. എന്തായാലും ഒരുപക്ഷെ പ്രദേശവാസികൾക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ചേച്ചി, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരല്ലേ? അവസാനം എപ്പോഴാണ് കണ്ടത്? ഇന്നലെ വൈകുന്നേരം 4 മണിയൊക്കെ ആവും. സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. അത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ ജോലിക്ക് പോയപ്പോ എന്റെ മോനാണ് വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ ബാബച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. തൂങ്ങി അമ്മ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിക്കണം, ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പൊ എപ്പോഴും ആ കൊച്ചിന്റെ കഴുത്തിൽ ഒരു ഷോള് കിടക്കും. അപ്പൊ ഞാൻ പറഞ്ഞേടാ അത് രണ്ടും ഇളത് മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ല, അമ്മ മരിച്ചു പോയെന്നാണ് പറയണത്. ലേഖ ചേച്ചി അവിടെ ഇല്ല, ഇപ്പം വന്നത് ലേഖ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ, ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ എന്ന്. ഞാൻ ഇവിടെ തന്നെ ഇവിടെ വന്നപ്പോൾ ബോഡിയൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ കരച്ചിലും വിളിയും ബഹളം അമ്മും വഴിയും ഒക്കെയാണ്. പക്ഷെ ആ കൊച്ചിന് അപ്പച്ചി എന്ന് പറയുന്നത് ഭയങ്കര ജീവനുള്ള ഒരു ഇതാണ് ആ കൊച്ചിന്റെ അടുത്ത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം അത് നമുക്കങ്ങ് ഉൾക്കൊള്ളാം. അതെ, അവര് എന്തേലും വഴക്ക് പറയും അങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം അവളെ അമ്മ അവിടെ ഇല്ല, അവള് തയ്യക്കാരിയാണ്. എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് പറയണത്. ആദ്യം കണ്ടതാരാണ്? അങ്ങനെ കണ്ട അവൾ അപ്പച്ചിയാണ്. കാരണം അമ്മ ഇങ്ങനെ പോയതിനു ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നു, മരണം അറിഞ്ഞു പോയപ്പം പറഞ്ഞതാണ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ചു കൊണ്ടുവന്നപ്പോ ഇങ്ങനെ ഡോർ, അപ്പൊ എപ്പോഴും ആ ഡോർ അടച്ചിടും. കാരണം ഈ 1.5 വയസ്സായ കൊച്ചു പുറത്ത് ചാടുമായിട്ട് അവര് ഡോർ അടച്ചിടും. അപ്പൊ ജന്നൽ ആ പുറത്തുള്ള ജന്നൽ തുറന്നിട്ടിരിക്കും. കാരണം ആരെങ്കിലും വിളിക്കാനും ചെയ്യണമെങ്കിൽ ജന്നൽ വഴിയാണ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ആ വഴിയാണ് വിളിയാക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ കൊച്ചു ഇങ്ങനെ പുറത്ത് വരുമെന്നുള്ളത് കൊണ്ട് ആ ഡോർ അടച്ചിട്ട് അങ്ങനെ ഇവിടെ പോയി തട്ടിയപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ടിങ്ങനെ ജന്നൽ വഴി വന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അല്ലേ? എല്ലാവരോട് ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന ഒരു, കാരണം അത് കുറെ നാൾ അതിനുശേഷമല്ല ഇളയ കുട്ടി വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ചാണ്. പഠനത്തിൽ സമർത്ഥമായിരുന്നു അല്ലേ? സമർത്ഥ. പിന്നെ കരോട്ട പഠിക്കാൻ പോയി, ഡാൻസ് പഠിക്കാൻ പോയി, അങ്ങനെ എല്ലാത്തിലും ഒക്കെ ഉള്ള ഒരു കൊച്ചാണ്. അങ്ങനെ അതാണ് നാട്ടുകാർക്ക് അഹല്യയെ കുറിച്ച് പറയാനുള്ളത്. വീടിനുള്ളിൽ അവൾ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ നേടിയ ഒരുപാട് ട്രോഫികൾ ഇരിപ്പുണ്ട്. അതിനു ചുറ്റും വീടിന്റെ മുൻവശത്തായി അഹല്യ വീടിനോട് ചേർന്ന് വരച്ച കരികൊണ്ട് വരച്ച ചിത്രങ്ങളുണ്ട്. അഹല്യ എന്ന് തന്നെ കരികൊണ്ട് എഴുതിയ പേരുണ്ട്. അങ്ങനെ ആ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ വേദനയ്ക്ക് നടുവിലാണ് അഹല്യയുടെ അപ്രതീക്ഷിതമായ വിയോഗം ഈ നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ ഏതെങ്കിലും തരത്തിൽ വഴക്ക് പറഞ്ഞതിലുള്ള ഒരു മാനസിക പ്രശ്നം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതാണോ എന്ന ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി എങ്ങനെ ഫാനിന് മുകളിൽ ഈ കുരുക്കിട്ടു എന്നതിലാണ് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്. അത് സംബന്ധിച്ച ഫിംഗർ പ്രിന്റിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സയന്റിഫിക് എക്സ്പേർട്സിന്റെയും ഒക്കെ അന്വേഷണം വിശദമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകാതെ അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം നേമത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.